പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് റോബിൻ എന്നാണ്, റോബിൻ തോമസ്. ഞാൻ അമേരിക്കയിലെ അറ്റ്ലാന്റയിൽ നിന്ന് വരികയാണ്. 2024 ജൂൺ മാസം ഞാൻ നിങ്ങളെപ്പോലെ ഇവിടെ വന്നു പ്രാർത്ഥിക്കുവാനും ഉടമ്പടി എടുക്കുവാനും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ കൃപാസനം ഇവിടെ ആദ്യം വലിയ ഭക്തിയൊന്നുമില്ലായിരുന്നു. ഞാൻ യൂട്യൂബിൽ കേൾക്കാറുണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു എഗനിസ്റ്റായിട്ട് അച്ഛനും ജോസഫ് അച്ഛനൊക്കെ എതിരായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടെ കൃപാസനം പത്രമൊക്കെ ആൾക്കാർ കൊണ്ട് തരികയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വായിക്കാറൊന്നുമില്ല, മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് ഇതിലെന്തോ ഒരു വ്യത്യാസമുണ്ട് എന്നെനിക്ക് തോന്നി. അങ്ങനെ മാതാവിൻ്റെ ഒരു വലിയ ഭക്തനാണ് ഞാൻ ചെറുപ്പം മുതലേ. അപ്പം ഞാനിവിടെ ജൂൺ 2024 ഇവിടെ വരികയും ഇവിടെ പ്രാർത്ഥിക്കുകയും ഇവിടെ ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് ക്ലാസ് മുകളിലായിരുന്നു. അപ്പം ഞാൻ പുറത്തുനിന്ന് വന്നുകൊണ്ട് എനിക്ക് ഭയങ്കര ചൂടായിട്ട് തോന്നി. അപ്പം ഈ ഒത്തിരി നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ട 1-2:30 ഞങ്ങൾക്ക് സമയം ഈ ഉടമ്പടി എടുക്കാൻ. അപ്പം എനിക്ക് മുകളിൽ ചെന്ന് ഇത് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര അസ്വസ്ഥത തോന്നി. അപ്പോൾ എനിക്ക് എങ്ങനെയും പോകണമെന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇവിടെ വലിയ വിശ്വാസമില്ലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ വഴി ഒരു അച്ഛനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അവിടെ ഉടമ്പടി എടുക്കാൻ. അപ്പോൾ അച്ഛൻ എന്നോട് ഒരു അനുഭവസാക്ഷ്യം പറഞ്ഞു. അച്ഛൻ്റെ ബന്ധുക്കാരൊരാൾ അമേരിക്കയിലുണ്ട്. ആ കൊച്ചിന് ഉടമ്പടി പ്രാർത്ഥന എടുത്തത് വഴിയായി സൗഖ്യം കിട്ടി. അപ്പോൾ എനിക്ക് മാതാവ് ഒരു ഉറച്ച ബോധ്യം തന്നു, ഉടമ്പടി എടുക്കണം. അപ്പോൾ ഞാൻ കഷ്ടപ്പാട് സഹിച്ച് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അവിടെ സിസ്റ്ററിൻ്റെ അടുത്ത് പോയി. എനിക്ക് ദൈവകൃപയാൽ തിരിക്കാല് കിട്ടി. ഞാൻ ആ ഗ്രൂപ്പിൻ്റെ മുമ്പിൽ തിരിക്കാലുമായിട്ട് വന്ന് ഉടമ്പടി എടുത്ത് അമേരിക്കയ്ക്ക് പോയി. അപ്പോൾ ഞാൻ ഒരു നിയോഗം വെച്ചത് എനിക്കൊരു താൽക്കാലികമായ ഒരു ജോലിയായിരുന്നു അമേരിക്കയിലുണ്ടായിരുന്നത്. അപ്പോൾ അത് പെർമനൻ്റായിട്ട് കിട്ടണമെന്നാണ് ഞാൻ ഒന്നാമത്തെ നിയോഗം വെച്ചത്. ഞാൻ തിരിച്ച് അമേരിക്കയിൽ ചെന്നു. ഞാനിവിടുന്ന് മാതാവിൻ്റെ 2 രൂപം മേടിച്ചുകൊണ്ട് പോയിരുന്നു. അപ്പം ഒന്നൊരു മിണ്ടാമഠത്തിലെ സിസ്റ്റർ പറഞ്ഞിട്ട് മേടിച്ചുകൊണ്ട് പോയതാണ്. അതുപോലെ എണ്ണ മേടിച്ചു, ഓയിൽ മേടിച്ചു, പത്രമൊക്കെ മേടിച്ചുകൊണ്ട് പോയി. അപ്പം ഞാനത് അവിടെ ചെന്ന് ആദ്യം ജോലിക്ക് കയറുന്ന ദിവസം രാവിലെ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നമ്മൾ ഉടമ്പടി പ്രാർത്ഥന ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് ജോലിക്ക് കയറിയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 5 മണിക്ക് എണീറ്റു. നെറ്റിയിൽ ഉടമ്പടി തൈലം തേച്ച് നെറ്റിയിൽ തെച്ച് 5 മണിക്ക് ഉടമ്പടി എടുത്തു. 8 മണിക്ക് ജോലിക്ക് കയറി. വീട്ടിൽ ഇരുന്നുള്ള താൽക്കാലിക ജോലിയാണ്. ജോലിക്ക് കയറിയപ്പം എനിക്ക് ആദ്യം കിട്ടിയ മെസ്സേജ് ഈ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വിശ്വാസം കുറച്ച് കുറഞ്ഞു. ഉടമ്പടി സത്യമാണോ എന്നൊരു ബോധ്യം എനിക്ക് അന്നേരം തോന്നി. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഇനി ഉടമ്പടി പ്രാർത്ഥന ഒന്നും ചെയ്യുന്നില്ല, എൻ്റെ ജോലി പോയെന്ന് പറഞ്ഞു. അപ്പം അവൾ പറഞ്ഞു, പറ്റത്തില്ല, നമ്മൾ 90 ദിവസം എടുക്കണം. ഞാൻ അങ്ങനെ ചില ദിവസം രാവിലെ മടി പിടിച്ച് കിടക്കും. 4:50 ആകുമ്പം ക്ലോക്കിൽ അലാറം പിടിക്കും. അവൾ പറയും പ്രാർത്ഥനയ്ക്ക് സമയമായി, എണീക്കണം. അങ്ങനെ ഉടമ്പടി പ്രാർത്ഥന ചെയ്ത് 90 ദിവസം ഉടമ്പടി പ്രാർത്ഥന ചെയ്തു. അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ജോസഫ് അച്ഛൻ്റെ ധ്യാനം യൂട്യൂബിൽ അച്ഛൻ പറയുന്നുണ്ട്, നമ്മൾ ഉടമ്പടി സെക്കൻഡ് സാറ്റർഡേ കേൾക്കണം. അപ്പോൾ ഞങ്ങളത് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ നിയോഗം നടന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓഗസ്റ്റ് 30 ഒരു ഡേറ്റ് ഇട്ടു. എനിക്കൊരു പെർമനൻ്റ് ജോലി തരണം. പരിശുദ്ധ അമ്മയുടെ കൃപാസന അമ്മയുടെ ശക്തമായ ഇടപെടലുണ്ടായി. ഓഗസ്റ്റ് 24 എനിക്ക് പെർമനൻ്റായിട്ടൊരു ജോലി കിട്ടി. ഞാൻ ആ ജോലിയിൽ കയറുകയും ഇന്ന് ഞാൻ അമേരിക്കയിൽ നിന്ന് വരുമ്പം എനിക്ക് ആ ജോലി ദൈവകൃപയാലുണ്ട്. അതിന് വേറൊരു സാക്ഷ്യം കൂടിയുണ്ട്. കൃപാസനം അമ്മ ചെയ്തത്, പ്രസിഡന്റ് ട്രംപ് അധികാരത്തിൽ കയറിയപ്പം വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന എല്ലാവരോടും തിരിച്ച് ജോലി സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞു. ദൈവകൃപ എന്ന് പറഞ്ഞാൽ കൃപാസനം മാതാവിൻ്റെയും ഈശോയുടെയും ഇടപെടൽ വഴിയായിട്ട് ഞങ്ങളുടെ ആ സെക്ഷനെ തിരിച്ചു വിളിച്ചില്ല, ഇന്നും തിരിച്ചു വിളിച്ചിട്ടില്ല. ഇനി കൃപാസനം അമ്മ ഇടപെട്ട് തിരിച്ചു വിളിക്കത്തില്ല എന്ന ഉറച്ച ബോധ്യത്തിൽ, ഉറച്ച വിശ്വാസത്തിൽ ഞാൻ ജീവിക്കുന്നു. അതിന് മാതാവിന് നന്ദി പറയാൻ വേണ്ടി വന്നതാണ്. അതുവഴി വീണ്ടും ഞാനിവിടെ നിന്ന് ഇച്ചിരി എണ്ണയും തേനും ഒക്കെ മേടിച്ചുകൊണ്ട് പോയിരുന്നു. അപ്പോൾ എനിക്ക് വളരെ കാലമായിട്ടൊരു 10 വർഷത്തോളം ഗ്യാസ്ട്രിക്കിൻ്റെ അസുഖമുണ്ട്. ഭയങ്കര സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഗ്യാസ്ട്രൈറ്റീസ് എന്നൊക്കെ ഡോക്ടർ പറയും. അപ്പോൾ ആ തേനും കഴിച്ചത് വഴിയും രാവിലെ എണ്ണ തേച്ചത് വഴിയായിട്ട് എൻ്റെ ആ ഗ്യാസ്ട്രൈറ്റീസ് പെർമനൻ്റായിട്ട് മാറിപ്പോയി. ഒരു 6 മാസത്തോളം ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടില്ല. അപ്പം കൃപാസനം അമ്മയ്ക്ക് ഞാൻ, ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ കൃപാസനം മാതാവ് പ്രതീക്ഷീകരണം അത് ഉറച്ചതാണ്, അത് വിശ്വാസ സത്യമാണെന്ന് ഞാൻ ഈ ആൾത്താരയിൽ നിന്ന് പറയുമ്പോൾ ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. ഈ കൃപാസനത്തിലൂടെ നമുക്ക് അനേകായിരം
ദൈവാനുഗ്രഹം ലഭിക്കുന്നുണ്ട്. അത് നമ്മൾ മറ്റുള്ളവർക്ക് സാക്ഷികളായിട്ട് പറയുമ്പം ഞാനതുപോലെ ഇവിടെ ഈ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്നോട് കാണുന്നവരോടൊക്കെ പറയും. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നപ്പോൾ അനുഭവസാക്ഷ്യം പറയുന്ന ഒരാളോട് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു കൊടുത്തു. അതുവഴിയായിട്ട് ഒത്തിരി പേര് ഇവിടെ വന്ന് പലരും വന്ന് ഉടമ്പടി എടുത്ത് പോയിട്ടുണ്ട്. അങ്ങനെ ദൈവത്തിന് ഒരു സാക്ഷിയായിട്ട് ദൈവം ഉയർത്തിയതിന് അമ്മയ്ക്ക് നന്ദി പറയുന്നു. മറ്റ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളൊരു ജോലി ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു അസ്വസ്ഥത വന്നപ്പം ഞങ്ങൾ ആ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. അതുവഴിയായിട്ട് അവിടെ ഉണ്ടായിരുന്ന അസ്വസ്ഥത മാറുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇന്നും ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയ കൃപാസന മാതാവിൻ്റെ രൂപം ഞങ്ങളുടെ പ്രാർത്ഥനാ മുറി, ഞങ്ങളുടെ ബെഡ് മുറിയിലുണ്ട്. ഞങ്ങൾ ജപമാല എന്നും ചെല്ലുമ്പം ഞങ്ങൾ അവിടെ തിരികെത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കും. അതുവഴിയായി എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്നും മാതാവ് ഈശോയുടെ കൂടെ, മാതാവ് ഈശോ പറയുന്ന പോലെ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് എപ്പോഴും മുമ്പിൽ നിന്നൊരു സ്ഥലമായിട്ട് ഞങ്ങളെ നയിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടാൻ കഴിയും. അത് ഞാൻ ഞങ്ങളുടെ സാക്ഷ്യമായിട്ട് ഇവിടെ പറയുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കൃപാസന ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് മാതാവും ഈശോയും തന്ന അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ അനേക പേർക്ക് സാമ്പത്തികമായിട്ട് സഹായം ചെയ്യാറുണ്ട്. ഒരു പരിധിവരെയും ആരും അറിയരുതെന്ന് ഉദ്ദേശിക്കും, പക്ഷേ കാരുണ്യപ്രവർത്തികൾ ചെയ്യാറുണ്ട്. അനേകർക്ക് ഞങ്ങൾ വഴിയായിട്ട് ജോലികൾ മേടിച്ചു കൊടുക്കാൻ, ഈ ജോലി തന്നെ ഇപ്പോൾ ഒരു 10ഓളം പേർക്ക് ഞങ്ങൾ വീട്ടിലിരുന്ന വൈഫുണ്ട് കൂടെ, അപ്പം അവർ അതുവഴിയായിട്ട് 10ഓളം പേർക്ക് ജോലി മേടിച്ചു കൊടുക്കാൻ, അതുപോലെ മറ്റുള്ള സാമ്പത്തിക മേഖലകളിൽ ശുശ്രൂഷിക്കാൻ, അതുപോലെ മറ്റുള്ള അനേകം ശുശ്രൂഷകൾ ഞാൻ എൻ്റെ മഹത്വത്തിന് വേണ്ടി ഉദ്ദേശിക്കുന്നില്ല, ദൈവമഹത്വത്തിന് വേണ്ടി അനേകം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെയെല്ലാം ശക്തമായിട്ട് കൃപാസനം മാതാവ് ഈശോയിലൂടെ അമ്മ പറയുന്നത്, അവൻ പറയുന്നത് പോലെ ചെയ്യുക, അച്ഛൻ പറയുന്നത് പോലെയൊക്കെയും ഈശോ പറയുന്നത് പോലെയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് കിട്ടിയില്ലെങ്കിൽ അബ്രഹാം 99 വയസ്സ് വരെ കാത്തിരുന്നു ഒരു മകനെ ലഭിക്കാൻ വേണ്ടി. ആ മകൻ അനുഗ്രഹമായി മാറി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ നാളെ ദൈവം തരും. കാരണം ദൈവവും മാതാവും നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി ഉള്ളവരാണ്. അപ്പം നിങ്ങൾ നിരാശപ്പെടരുത്. നമുക്ക് അനുഗ്രഹം ലഭിച്ചിരിക്കും. നമ്മൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മത്തായി 7:7 പറയുന്നുണ്ട്. അപ്പം നമ്മൾ ചോദിക്കുന്ന അനുഗ്രഹം എന്ത് ചോദിച്ചോ അത് ദൈവം നമുക്ക് തരും. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പം നമുക്ക് അനുഗ്രഹം ദൈവം തരും. ആരും നിരാശപ്പെടരുത്, എപ്പോഴും സന്തോഷിക്കണം. നിരാശ സാത്താൻ തരുന്നതാണ്. നമ്മൾ സന്തോഷിക്കണം. നമുക്ക് ഈ അനുഗ്രഹം കിട്ടി എന്ന് കണ്ടുകൊണ്ട് നമ്മൾ സന്തോഷിക്കുമ്പം നമുക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടും. ദൈവത്തിന് നന്ദി, മഹത്വം. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 36-ാം അധ്യായം 26-27 തിരുവചനങ്ങൾ. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതുചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസല ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. റോബിൻ എന്ന ഈ സഹോദരൻ ഉടമ്പടി ചെയ്ത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അദ്ദേഹത്തിനുണ്ടായ ദൈവാനുഭവം ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതഭാരം ലഘൂകരിച്ചതിനെക്കുറിച്ചാണ് അദ്ദേഹം അവിടെ ഏറ്റുപറയുന്നത്. താൻ ഒരു താൽക്കാലിക ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ കൃപാസനത്തെക്കുറിച്ച് വളരെയധികം ക്രിറ്റിസിസം കൂടി ഉള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. അങ്ങനെ ഒരുപാട് ക്രിറ്റിസിസം ഉള്ളവരാണ് ഇന്നിവിടെ വന്ന്, ഒരുപാട് മക്കളിവിടെ വന്ന് അൾത്താരയിൽ കയറി നിന്ന് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതാണ് എന്ന് ഏറ്റുപറയുന്നതിൽ കേൾക്കുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ദൈവം ദുഷ്ടനെയും ശിഷ്ടനെയും ഒരുപോലെ സ്നേഹിക്കുന്നു, മഴ പെയ്യ്ക്കുന്നു എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവസ്നേഹം അനന്തമാണ്, അതെന്നും പുതിയതാണ്. അവിടുത്തെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല എന്ന് വചനങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഉടമ്പടി ചെയ്തു തുടങ്ങിയ പ്രാർത്ഥിച്ചു തുടങ്ങിയ അന്ന് തന്നെ കിട്ടിയ അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് അടിയായിരുന്നു തൻ്റെ താൽക്കാലിക ജോലി നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്ത. പക്ഷേ നിരാശനായ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി പറഞ്ഞത്, നമുക്ക് 90 ദിവസത്തേക്കാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്, നമുക്കിത് ശക്തമായി തന്നെ പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിന് പിന്നീട് മനസ്സിലായത് 90 ദിവസത്തിന് മുൻപ് തന്നെ, ഉടമ്പടി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഒരു പെർമനൻ്റ് ജോലി നൽകി പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് അനുഗ്രഹം നൽകി എന്ന് അദ്ദേഹം ഏറ്റുപറയുകയാണ്. നമ്മുടെ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ വരുമ്പോൾ ഉടനെ ഉപേക്ഷിച്ച് പോകാനുള്ളതല്ല ഉടമ്പടി. ഉടമ്പടി എന്ന് നമ്മൾ ജോസഫ് അച്ഛൻ ഓർമ്മിപ്പിക്കുന്നത് മറ്റ് നൊവേന പ്രാർത്ഥനകൾ പോലെയല്ല, അത് ദൈവത്തോടാണ് നമ്മുടെ
കൂടെ എഗ്രിമെൻ്റ് ഉടമ്പടി ചെയ്യുമ്പോൾ അത് ശക്തമായും കൃത്യമായും വിശ്വസ്തയോടും ചെയ്യാനുള്ള കൂടിയുള്ളതാണെന്ന് അദ്ദേഹത്തിന് ഈ ജീവിതത്തിലൂടെ മനസ്സിലായത് ഈ ഒരു താൽക്കാലിക ജോലിയിൽ നിന്ന് പെർമനൻ്റ് ജോലി അമേരിക്കയിൽ ലഭിച്ചതിലൂടെയാണ്. അതുപോലെ അദ്ദേഹം ഏറ്റുപറയുന്നത് അദ്ദേഹത്തിനൊരു ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് വളരെ ചെറുപ്പം മുതലുണ്ടായതാണ്. ഉടമ്പടി ചെയ്ത് വളരെ പെട്ടെന്ന് നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ അദ്ദേഹത്തിന് അത് പൂർണ്ണമായി സൗഖ്യപ്പെട്ടു എന്ന് ഏറ്റുപറയുന്നു. സൗഖ്യവും സമാധാനവും എല്ലാത്തിലും ഉപരി ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന് ഉന്നതങ്ങളിലേക്ക് നിത്യതയിലേക്ക് സഞ്ചരിക്കുവാൻ സാധിക്കുന്നു. പരിശുദ്ധ അമ്മ അദ്ദേഹത്തെ കൈപിടിച്ച് നടത്തുന്നു. ഒരുപാട് നല്ല സഹോദരങ്ങൾ, നല്ല കൂട്ടുകാർ ലോകം മുഴുവനിലേക്കും ആരെയൊക്കെ കണ്ടോ ഉടനെ മറ്റുള്ളവരോട് ഈശോയെക്കുറിച്ച് സംസാരിക്കുവാനുള്ള അഭിഷേകം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ എല്ലാവരുടെയും ഉടമ്പടി ജീവിതം അങ്ങനെ ആയിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം. പ്രവാസികളായി കഴിയുന്നവർക്കുള്ള എല്ലാ സങ്കടങ്ങളെയും ഈ സാക്ഷ്യത്തോടെ നമുക്ക് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.